എന്താ പരിപാടി? എന്താ എന്നെ പരിപാടി കുറെ നാളാണ്. എവിടെ എവിടെ ചെന്നാലും ഇവര് രണ്ടുപേരേ ഉള്ളൂ. ഫേസ്ബുക്ക് തുറന്ന ഇവരേ ഉള്ളൂ. എന്താ കാര്യന്നോ? മനുഷ്യൻ പുറത്തിറങ്ങി കിടക്കാൻ പറ്റില്ല. എവിടെ ചെന്നാലും അതെ. സോഷ്യൽ മീഡിയ തുറന്ന ഇവരെ മാത്രമേ ഉള്ളൂ. എന്നെ പരിപാടി ചുമ്മാ എവിടെ ചെന്നാലും അതെ. എന്താ ചേട്ടന്റെ പ്രശ്നം? എന്താ അല്ല എവിടെ ചെന്നാലും ഇവര് മാത്രമേ ഉള്ളൂ. അതിനിപ്പോ ചേട്ടൻ കെട്ടിപ്പിടുത്തം പാട്ടും എവിടെ ചെന്നാലും ഇവരുള്ളവരുണ്ട്. വിളിച്ചിട്ടേക്കുന്നത് റോട്ടിൽ കൂടെ പോയാലോ അതെ. അവിടെ റീൽ ചെയ്യണു. എന്താ ശില്പി ഇത്? ആരാ ഇത്? ഇങ്ങോട്ട് വന്നേ? അല്ല ഇവര് എവിടെയാന്ന് തപ്പി പുറകെ കിടക്കുന്നവരോട് എനിക്ക് നിങ്ങളാണോ ഇതിനകത്ത് വില്ലൻ? നിങ്ങളാണോ ഇതിനകത്ത് വില്ലൻ? ആരും ഒന്നും അല്ല. നിങ്ങളാണോ സിനിമയിലെ വില്ലൻ? നിങ്ങളാണോ? സിനിമയിലെ വില്ലൻ മാത്രല്ല. പിന്നെ ഞാൻ കാര്യം പറഞ്ഞേക്കാം. ഈ ആവശ്യമില്ല ഷൂട്ട് നടക്കുന്നിടത്ത് കാണിക്കാൻ ഇത് ഷൂട്ടായിരുന്നു. അറിഞ്ഞില്ലായിരുന്നു. ഇത് ഷൂട്ടാ. അപ്പോ അലൻ ജോസ് പെരേര അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമിലെ താരങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതിലെ വില്ലനാണ്. വില്ലനിസം കൂടിപ്പോയോ? കൂടിപ്പോയെന്ന് അറിയില്ല. ശില്പേ, അലിയേട്ടന്റെ പെണ്ണ് ആൻസിന്ന് കേട്ടിട്ടുണ്ടോ? കുറച്ച് ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ആ പേര് ഞാൻ കേൾക്കുന്നുണ്ട്. അടുത്തായിട്ട് വൈറലാകാൻ പോകാൻ പോകുന്ന ഐറ്റമാണ് ഷോർട്ട് ഫിലിമാണ്. അപ്പൊ ആ ഷോർട്ട് ഫിലിം ടീമാണ് ഇന്ന് അബാക് മീഡിയക്ക് ഒപ്പം ഉള്ളത്. ഇതിലെ നായകൻ നമ്മളോടൊപ്പം ഉണ്ട്, നായികയുണ്ട്, സംവിധായകനുണ്ട്, വില്ലനുണ്ട്, അക്രൂ മൊത്തത്തിലുണ്ട്. നായകനെ എല്ലാവർക്കും അറിയാം. നമസ്കാരം. അലിൻ ജോസ് പെരേര. നമസ്കാരം. അണ്ണന്മാരുടെ കാലമാണ്. ഇടയ്ക്കൊരു വില്ലനായിട്ട് രണ്ടും വന്നായിരുന്നു. അണ്ണനെ പിന്നെ കണ്ടില്ല. അമേസിംഗ് ആണ്. അതൊക്കെ ഒരു ഫാഷൻ ആയിട്ട് വന്നതാ. നമ്മളോട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നിലനിൽപ്പില്ലല്ലോ ഇതില്. നിലനിൽപ്പില്ല. ഒന്നും ഡൗൺ ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ ആയിട്ട് പൊങ്ങി വന്നോളൂ. അത് ആറാട്ടണ്ണനായാലും അത് തന്നെ, പുസ്തകണ്ണനായാലും അത് തന്നെ. നമ്മള് നമ്മുടെ ഫെയിം നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമാണോ ഈ അലിയേട്ടന്റെ പെണ്ണ്? വിഷു ഈസ്റ്റർ പ്രമാണിച്ചാണ് ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് കല്യാണം കഴിഞ്ഞു, കാമുകയാണ്. കല്യാണം നമ്മൾ 2026 അല്ല. എന്റെ ഒപ്പീനിയനില് നമുക്ക് കുറച്ച് ഡിമാൻഡ് കാര്യങ്ങളൊക്കെയാണ് കല്യാണം. അപ്പൊ നമ്മുടെ സീരിയസ് ആക്കിക്കരുത്. ഡിമാൻഡുകളെ കുറിച്ച് പറയുമ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ആറാട്ടണ്ണൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, കണ്ടായിരുന്നോ? കറുപ്പനെ ഇഷ്ടമില്ലാത്ത 2 പേരാണുള്ളത്. ഒന്ന് രണ്ടാമത്തെ ആള് നമ്മുടെ ടീച്ചർ. ഇന്നലെ ഞാൻ പറഞ്ഞത് നമ്മള് കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ ഒപ്പീനിയൻ, ഞാൻ കിട്ടുന്ന പെണ്ണ് വിളിച്ചിരിക്കുന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പലരും ജനിക്കുമ്പോ തുടങ്ങി പറയുമല്ലോ, ഇങ്ങനെ മുദ്ര വെക്കുമല്ലോ, നീ വെളുത്താണ്, അത്യാവശ്യം കളറൊക്കെ ഉണ്ടെങ്കിലും പോലും നീ കിട്ടുന്ന പെണ്ണ് കരിമ്പൂതം പോയിരിക്കും എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, എന്തായാലും നിങ്ങൾ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പറയാറുണ്ട്. അങ്കിൾമാരും ആന്റിമാരും പറയാറുണ്ട്. ഞങ്ങളുമാരും ആന്റിമാരൊക്കെ പറയുന്നത് കേട്ട് തന്നെയാണോ ജീവിക്കുന്നതൊക്കെ? അല്ല, അങ്ങനെയല്ല. അത് ഇക്കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിൽ മാത്രം ഞാൻ എതിർത്ത് പറയാറുണ്ട്. അതെന്താ ആ ഒരു കാര്യത്തിൽ മാത്രം അത് കേൾക്കാനല്ല, അത് നെഗറ്റീവാണല്ലോ പറയുന്നത്, മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വൈറലായ വീഡിയോ അതിപ്പം അലിൻ ജോസ് പെരേരയുടെ പേഴ്സണൽ കാര്യമാണ്. ആറാട്ടണ്ണൻ പറഞ്ഞു നമ്മൾ വിട്ടു. തുടക്കത്തിലെ അലിൻ ജോസ് ചേച്ചിന്റെ കാമുകയാന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു. ചേച്ചിന്നാണോ വിളിക്കുന്നത്? ചേച്ചിന്നാണോ വിളിക്കുന്നത്? ബഹുമാനം. വിളിക്കുന്നത് എന്തോ റിയാന്ന് വിളിക്കാറുണ്ട്, ചേച്ചിന്ന് വിളിക്കാറുണ്ട്, ചാലയുടെ ബഹുമാനം. അതുകൊണ്ടാണ് റിയാന്ന് തന്നെ വിളിക്കാറുണ്ട്. വിളിക്കണ്ടല്ലോ. ആഗ്രഹമില്ലേ വിളിച്ചാൽ കൊള്ളാം. ഷോർട്ട് ഫിലിമിൽ ചെയ്യാൻ നോക്കും. എനിക്ക് തോന്നി കഴിഞ്ഞ പ്രാവശ്യം പുള്ളി വന്നപ്പോ ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പൊ ഭയങ്കര സീരിയസ് ആയി, ഫേമസ് ആയ അളവ് കൂടിയോണ്ടാണോ? ഞാൻ അങ്ങനെ അദ്ദേഹം ലൈറ്റായിട്ട് ചിരിക്കാറുണ്ട്, മറ്റേ ഗൗരവം ചെയ്യാറുണ്ട്. ഇപ്പൊ ഗൗരവത്തിന്റെ കൂടാ. പക്ഷെ പ്രണയാതുരമായ വീഡിയോകളാണ് ഞങ്ങൾ കണ്ടത്. അത് മറ്റേ ഒരു അഭിനയമല്ലേ, മനസ്സിലായി? കെട്ടിപ്പിടിക്കുന്നു, നോക്കുന്നു, അത് ആ സമയത്ത് ക്യാമറ നിൽക്കുമ്പോൾ ചെയ്യുന്നു. അത് ഒരുപാട് പേർക്ക് അസൂയാണ്. അത് കഴിഞ്ഞ് നമ്മള് ഫ്രീ ആയിട്ട് നിൽക്കുന്നല്ലേ. ഞങ്ങൾക്ക് വീഡിയോകൾ എന്തൊക്കെയോ തോന്നിയായിരുന്നു. പക്ഷെ നമുക്കത് വൾഗറായിട്ട് എനിക്ക് തോന്നിയില്ല. ചെയ്ത വൾഗറെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും. ഉമ്മ വയ്ക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതൊന്നും വൾഗറല്ലല്ലോ. എന്നാലും അത് പലർക്കും എന്റെ അംഗായിട്ടുള്ള ജോർജ് വരെ എന്നല്ല ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞു. എന്തോ പറഞ്ഞു? അവരെ വീട്ടിൽ കയറ്റൂലെന്ന് തോന്നുന്നു. അവന്റെ വന്നു കഴിഞ്ഞാല്
ഞാൻ പറഞ്ഞല്ല കല്യാണം കഴിച്ചല്ലേ ഞാൻ പറഞ്ഞ ഈ വീഡിയോ വന്നോണ്ട് മറ്റേ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് കേട്ടില്ലെന്ന് പറഞ്ഞ അല്ലെങ്കിൽ തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ പോകാറില്ല. മനസ്സിലായി? സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കാറില്ല ഞാൻ പലപ്പോഴും. സീൻ കോൺട്രാ. സ്വന്തം വീട്ടിൽ തന്നെ ഞാൻ അധികം നേരം നിൽക്കാറില്ല. ഞാൻ ഓടി ഓരോട് അഭിനയത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റി വെച്ചോ. പിന്നെ ഭയങ്കര കെയറിങ് കേട്ടോ നായികൻ, ഭയങ്കര കെയറിങ്. രണ്ട് കെയറിങ് നായികന്, നായികന് ഭയങ്കര കെയറിങ്ങാ. കെയറിങ് ഉണ്ട്. മറ്റേ ലുലുമാളിലേക്ക് പോകുമ്പോ കൈ പിടിച്ചാൽ പോകണം. കെയറിങ് കുറച്ച് കൂടുതലായി ഏട്ടായി, കുറച്ചു കൂടിയും തോന്നിയെങ്കിൽ. അപ്പൊ നായകൻ നല്ല സീരിയസ് മൂഡിലാണ്, നായിക അതൊക്കെ ആസ്വദിച്ചിരിക്കുന്നു, സംവിധായകൻ ഒന്നും മിണ്ടാതെ അവിടെ ഇരിപ്പുണ്ട്, സഹസംവിധായകൻ ഒന്നും മിണ്ടുന്നില്ല, വില്ലനാണ് ചിരി മൊത്തം. വില്ലൻ നമസ്കാരം. എന്റെ പൊന്നെ നമസ്കാരം. സ്വയം ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം. ഞാൻ അഭിലാഷ് ആട്ടായം, വീട് മൂവാറ്റുപുഴയാണ്. അത്യാവശ്യം മിമിക്രി പാട്ട് പ്രോഗ്രാമൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ അതുപോലെ ചാനൽ പരിപാടി ചെയ്യുന്നുണ്ട്, കോമഡി ഷോ പ്രോഗ്രാംസ് ചെയ്ത് മുന്നോട്ട്. കോമഡിയനെ പിടിച്ച് വില്ലനാക്കിയ സംവിധായകൻ, സംവിധായകനൊന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഓൾബ്രൈറ്റ്, ഇത് വീട് തിരുവല്ലയാണ്. ഞാൻ തുടക്കം നാടകമൊക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസ്, പിന്നെ സ്വന്തമായിട്ടൊരു മൂവി ചെയ്തു, ഡിസ്മിസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടൊക്കെ വേഷം ചെയ്തായിരുന്നു. അതിനുശേഷം ബ്ലഡി നൈറ്റ്, പെരേരയൊക്കെ വെച്ചിട്ട്, ആറാട്ടണ്ണനെയൊക്കെ വെച്ചിട്ട് ബ്ലഡി നൈറ്റ്. പിന്നെ അതിനുശേഷം ഇപ്പം അലിയാണന്റെ പേരിൽ ആൻസി, എല്ലാവരുടെ പേരെയും ഇവനെ ഓരോ പേര് ഒപ്പിച്ചോണ്ട് വരും. ഏത് വടക്കം പുള്ളി തന്നെ, കഥ പുള്ളിയാ, പേരിട്ടതും പുള്ളിയാ. കാസ്റ്റിംഗ് നടത്തിയതാണെന്ന് എനിക്കറിയാം. തല തെറിച്ചവൻ, അങ്ങനെ ചെയ്തതാരാ? തലതെറിച്ചാൻ ഫസ്റ്റ് ചെയ്തത് ജയൻ എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു. കൊത്തയുടെ ലൊക്കേഷൻ വെച്ചാൽ അത് നന്നായിട്ടായിരുന്നു ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഇവനൊരു കള്ളനായിട്ട് പോക്കറ്റ് അടിക്കാനായിട്ട് വരുന്ന സംഭവം. അപ്പൊ ഞാനും അവിടെയൊക്കെ ഉണ്ടായിരുന്നു, അത് ഭയങ്കരമായിട്ട് വൈറലായി. അതിനുശേഷമാണ് മട്ടാഞ്ചേരി, നമ്മുടെ സുഹൃത്ത്. പുള്ളി നല്ല സംവിധായകനാ, പക്ഷെ അത് ട്രോള് വരാൻ വേണ്ടി തന്നെ അവര് മനഃപൂർവ്വം ചെയ്തു. ഓക്കെ, എന്തായാലും ഇതിപ്പം ഇതൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാം വിശ്വസിച്ചിരിക്കുന്ന അലിൻ ജോസ് പെരേരയ്ക്ക് പെണ്ണ് കിട്ടി. അത് മനഃപൂർവ്വം നമ്മൾ ചെയ്തത്. കാരണം ആദ്യം നമുക്ക് ആറാട്ടണ്ണന് നമ്മളൊരു നായികയെ കൊടുത്തായിരുന്നു, ഒരു ഇന്റിമേറ്റ് സീനൊക്കെ ഉണ്ട്. അതിനകത്ത് പെരേര നല്ല ഗംഭീരമായിട്ട് ചെയ്തേക്കുന്നത്. കാരണം കണ്ടവരൊക്കെ ചോദിച്ചു ഇവരിങ്ങനെ അഭിനയിക്കുമെന്നാ ചോദിച്ചു. അതേ രീതിയിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് 2 ഷെഡ്യൂളായിരുന്നു. ആ 2 ഷെഡ്യൂൾ ആരും വന്നു. വെളുപ്പിന് 3 മണിക്കൊക്കെയാണ് ആറാട്ടണ്ണന്റെ ഇവന്റെ ഷോട്ടൊക്കെ എടുക്കുന്നത്. കുഴപ്പമില്ല, ഇവൻ ചെയ്ത് ഇനിയും ഒരു 4-5 വർക്ക് കഴിയുമ്പോൾ നല്ലൊരു നടനായി മാറും. ഇവൻ ആൾക്കാർ പറയുന്ന പോലെ ഇപ്പോഴും അത്രയ്ക്ക് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 60% എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു കുറച്ചുകൂടെ ഒക്കെ പഠിക്കാനുണ്ട് കാര്യങ്ങൾ, കുറച്ച് ഭാവാഭിനയം, പിന്നെ ഡയലോഗ് ഡെലിവറി. ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുന്ന ചിലത് ഇവന്റെ ആറ്റിറ്റ്യൂഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്തി ബ്ലഡി നൈറ്റിന്റെ അകത്ത് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു വിശ്വാസം ഉണ്ട് ഇവൻ ചെയ്യുമെന്ന്. പിന്നെ ആറാട്ടണ്ണൻ അതിന്റെ അകത്ത് നായികയുണ്ട്. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞ ഒരു ചെറിയൊരു സബ്ജക്ട് ഉണ്ട്. ഇവന്റെ ആറാട്ടണ്ണന്റെ പേര് പറയുമ്പോഴത്തേക്കിനും അഭിനയിക്കാൻ ആരും വരുന്നില്ല, എല്ലാവർക്കും പുച്ഛവും പരിഹാസവും ഒക്കെ. അപ്പൊ എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം ഇവര് ആരോടും എന്താ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത 2 വ്യക്തികളാണ്. ഇവര് വൈറലാകാൻ വേണ്ടി ഇവൻ അങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ, പക്ഷെ ആള് പാവമാണ്. അപ്പം ഇവനൊരു നായികയാണ്. അപ്പൊ റിയോട് ഞാൻ ആദ്യം പറഞ്ഞപ്പോ റിയ സമ്മതിച്ചൊന്നുമില്ല. റിയോ ഒക്കെ വേണം, പേടി എനിക്ക്, അവരെ ഓരോ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ ഒരു ദിവസം രാത്രി ഒരു 1:30 ആയപ്പോ എനിക്ക് മെസ്സേജ് അയച്ചു, അതെ ഞാൻ നിന്റെ വെബ് സീരീസിൽ അഭിനയിക്കാം, എനിക്കൊരു വേഷം വേണം. അങ്ങനെ വന്നു. അപ്പം പെരേര ഈയിടെ എന്നോട് പറഞ്ഞു ഒരു ഫേസ്ബുക്കോടെ സെറ്റ് ചെയ്യുന്നതിനെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തായിരുന്നു. ഒരു സംഭവം ഇവിടെ ഉണ്ടായി. പുള്ളിയുടെ പിറന്നാള് നടന്മാരും നടിമാരും ചേർന്ന് ആഘോഷിച്ചു. കണ്ടു, ഞാൻ കണ്ടു. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവസരം സാറിന് പലരും നടക്കുന്നുണ്ട്. ഇപ്പൊ വൈറലാവാൻ നടക്കുന്നുണ്ട്, ആരും വൈറലാവണ്ട, കുറ്റം പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ആ കാര്യത്തിൽ പെരേരയുടെ ആ വീഡിയോ എനിക്ക് ഒരു അഭിമാനമായിട്ട് തോന്നി. ആ പിറന്നാൾ ആഘോഷം എല്ലാവരും കൊണ്ടാണ്. ഇവനെ ബസ്സുകാരെന്ന് പുറത്താക്കിയത് നല്ല കാര്യം. കാരണം ഇവന്റെ ഭാവിക്ക് വേണ്ടി തന്നെ അവര് പറഞ്ഞത്. കാരണം ഇവന് പറ്റിയ റോൾ അതിന്റെ അകത്ത് ഇല്ല. ക്രൗഡിലും അവര് നിർത്തിയില്ല. ആദർശിക്കയുടെ എന്തായിരുന്നു അതിന്റെ അകത്ത് ഇവന് ചെറിയൊരു ഡയലോഗും എന്റെ പുറകിലായി. അപ്പം അത് കൊടുത്തു. അപ്പൊ ഇവന് പിന്നെ ഇവന് അവർക്ക് തന്നെ മോശം. കാരണം ഇത്ര അറിയപ്പെടുന്ന ഒരാളെ കൊണ്ട് ക്രൗഡിൽ നിർത്തുക, ആരെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞ് ഇവനത് മോശം. കാരണം അനിമൽ ബോയ്സ് ഒക്കെ ചെയ്യുമ്പോ അത്രയും വലിയ വൈറലായി, പക്ഷെങ്കിൽ ഇത്ര ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും
അന്ന് പെരേരക്ക് ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. മഞ്ഞുമൽ ബോയ്സിൽ പെരേര എവിടെ ഏത് സീനിൽ അഭിനയിച്ചത്? മഞ്ഞുമൽ ബോയ്സിലുണ്ട്. ഇവനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇവനെ കാണിക്കുന്നുണ്ട്. ഞാനും പെരേര RDX-ലുണ്ട്. ഞാൻ സത്യം പറയാലോ, ഞങ്ങളെ രണ്ടുപേരും കാണിച്ച് 2 പടങ്ങൾ ജസ്റ്റ് കാണിച്ച പടങ്ങളാണ് ഈ RDX-ഉം ഈ മഞ്ഞുമൽ ബോയ്സും. ആ 2 പടങ്ങളും വമ്പ ഹിറ്റായി. പെരേര ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു RDX ഞാനുള്ളതുണ്ടാവും. നമുക്ക് നമ്മളതിനെപ്പറ്റി അത് പറഞ്ഞപ്പോൾ 1 മില്യൺ കയറിയിരുന്നു. ഇപ്പൊ സംവിധായകൻ നഹാസ് ഹിദായത്ത് ഏറ്റവും പ്രശസ്തനായ സംവിധായകനാണല്ലോ പടം ഹിറ്റായപ്പോ. ഇപ്പൊ നഹാസ് ആ സിനിമയെ സെറ്റില് അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മുഖേനയാണ് ആ റോൾ എനിക്ക് തന്നത്. ഒരു കാണിക്കുന്ന ഒരു ഫേസ് അപ്പൊ വൈറലാണ് ആ പുള്ളി കാണിച്ചു കഴിഞ്ഞാൽ പടം ഹിറ്റാവുന്ന അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. എന്റെ മുമ്പ് തന്നെ പറഞ്ഞ ഞാൻ കേട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ച റിവ്യൂല് പറയുമ്പോ അങ്ങനെ പറയാന്ന് ഓർത്ത് പറഞ്ഞു. പക്ഷെ അവർക്ക് വേണമെങ്കിൽ അത് അല്ലാതെ പറയാം. പക്ഷെ ഒരു വാക്ക് അതിനെപ്പറ്റി ഉച്ചരിച്ചില്ല. കാരണം നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കേസാവും അറിയാം. എന്ത് കേസാ? സോഷ്യൽ മീഡിയയിൽ ഇതാവുന്നേ അവരതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കൗണ്ടർ അടിച്ച് വീണ്ടും ആരാ ഈ ബുദ്ധി പറഞ്ഞത്? ഈ വൈറലാകാൻ വേണ്ടി തിയേറ്ററിൽ റിവ്യൂ പറയാ, ഡാൻസ് കളിക്കുക, അത് റസാഖ് പറഞ്ഞോ. അപ്പൊ എന്തായിരുന്നു ജീവിതത്തിൽ അൾട്ടിമേറ്റ് ലക്ഷ്യം? ലക്ഷ്യം മറ്റുള്ളവരുടെ മുന്നിൽ കോമഡി ആയാലും നമ്മളെ എപ്പോഴും അറിയാം. അതുകൊണ്ട് രാത്രി ചെന്ന് കിടക്കുമ്പോ നല്ല മനസ്സൊന്നും കിട്ടുന്നുണ്ടോ? രാത്രി 1 മണി വരെയൊക്കെ ആള് ചിലപ്പോ എന്നെ വിളിക്കും. ഒരു 11:30 ഒക്കെ ആകുമ്പോ. ഈയിടെ മറ്റേ ബെസുക്കാട് നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് വെളുപ്പിന് 5:30 വാക്കി പറഞ്ഞ് വെളി ഇറങ്ങിയപ്പോഴത്തേക്ക് 5:30 ആകുമ്പോ വിളിക്കുന്നു. വരണേ, നാളെ വരണേ, മീറ്റിംഗ് ഉണ്ട് വരണേന്ന് പറഞ്ഞു. എന്നോട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എന്തോ മീറ്റിംഗാ? അത് ഈ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചാൽ. ഞാൻ ചോദിക്കട്ടെ, ആരാധികമാരൊക്കെ വിളിക്കുന്നുണ്ടോ? ഈ തെറി വിളിക്കാനല്ലാതെ നല്ലത് വിളിക്കാറുണ്ട്. എവിടുന്നൊക്കെയാ വിളിക്കുന്നത്? അത് ഫാൻസ് ആണെന്ന് പറയാൻ പറ്റൂല, പറയാം. പക്ഷെ ഉപദേശിക്കാൻ പറയാൻ വിളിക്കാറുണ്ട്. ഉപദേശമായിട്ടും പിന്നെ ചാൻസ് ചോദിച്ചും വിളിക്കാറുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം ഫെയിം ഉണ്ടല്ലോ. ഫെയിം വെച്ച് വേണമെങ്കിൽ ഇപ്പൊ ഇതുപോലെ വളരെ വൈറലാക്കുന്ന പോലെ ചാൻസ് വാങ്ങിച്ചു കൊടുക്കാമല്ലോ. ഡയറക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ നായകന്മാരെ ചിലപ്പോൾ എടുക്കുമായിരിക്കും. അപ്പൊ അതേപോലെ പലരും അഡ്വൈസ് ചെയ്യുന്നുണ്ട് കേട്ടി തന്നെ എന്നൊക്കെ സിനിമയിൽ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുന്നപ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നു, ഹണി റോസ് നായികയായിട്ട് വന്നാൽ എനിക്കൊരു 3 ലക്ഷം തന്നു ഞാൻ അഭിനയിക്കാം. ഓർമ്മയുണ്ടോ? ഹണി റോസുമായിട്ട് ഒരു ലിപ് ലോക്ക് സീൻ ഉണ്ടെങ്കിൽ എനിക്ക് പൈസ വേണ്ട. അപ്പൊ ഈ ഹണി റോസിനെ സ്വപ്നം കണ്ടു കിടന്ന ആള് ഇപ്പൊ വൈറലാവുമ്പോ പിന്നെ റിയക്ക് എന്താ ഈ അലിൻ ജോസ് പെരേരയോട് അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ അഭിനയിക്കാൻ ചെല്ലുമ്പോഴുണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു? എനിക്ക് നല്ല തമാശയുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ തമാശകൾ കാണുമ്പോ എനിക്ക് പ്രത്യേക ആകർഷിക്കും. തമാശ ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. റിയ വീട്ടിലൊക്കെ പറഞ്ഞപ്പോ എന്തായിരുന്നു? വീട്ടിലൊരു പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ അവരോട് അനുവാദം ചോദിക്കാറില്ല. ഈ വീഡിയോ ഒക്കെ വൈറലാവുന്നതൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് 1 വർഷം ഇപ്പൊ കൊറേ പടത്തിലൊക്കെ അഭിനയിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞിരുന്നു, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടുകാർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നി ഇവരാരും സംസാരിക്കുമ്പോ പെരേര അങ്ങോട്ട് കയറി സംസാരിക്കുന്നുണ്ട്. റിയ സംസാരിക്കാൻ പെരേര സമ്മതിക്കുന്നില്ല. ഞാൻ ഇവനെ വഴക്ക് പറയാം. രാവിലത്തെ ഇന്റർവ്യൂവിനൊക്കെ ഇവന് ആരെ 14 മിനിറ്റിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ 14 മിനിറ്റ് ഇവന്റെ ഡയലോഗ് ആയിരിക്കും. നമുക്ക് സംസാരിക്കാൻ സമയം തരത്തില്ല. ഞാൻ പറഞ്ഞോട്ടെ, സംസാരിപ്പിക്കത്തില്ല. ഇവൻ കയറി ചാടി കയറി സംസാരിക്കും. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാം റിയ തമാശയായിട്ടാണോ ദയനീയമായിട്ട് പുള്ളി ചോദിച്ചത്? അങ്ങനെയല്ല, സീരിയസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വീഡിയോ എടുക്കുന്നത് നമ്മൾ ഈ സംഭവം വൈറലായതിനു ശേഷം സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റിയൽ ലൈഫ് മറ്റൊന്നാണല്ലോ, അതിനകത്ത് അങ്ങനെയല്ല. റിയൽ ലൈഫിൽ എങ്ങനെയാണ്? നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു കൂട്ടുകാരനാണ്. പിന്നെ ചെറിയ കുട്ടിയുടെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ആ ചെറിയ കുട്ടിയുടെ സ്വഭാവം? അത് പറയണോ? കളിയാക്കുന്ന ഓരോ അവസരമല്ലേ? ശുദ്ധ ഗതിക്കാരനും എല്ലാം ഇങ്ങനെ എല്ലാവരോടും തുറന്നു പറയും. ഇങ്ങനെ മറ്റുള്ളവർക്ക് എന്താ തോന്നും, അല്ലെങ്കിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്നൊന്നുമില്ല.
ആളങ്ങനെ നിഷ്കളങ്ക മനസ്സുപോലെ കുട്ടികളുടെ പോലെയുള്ളവർ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് തോന്നിയിട്ടില്ല പ്രഷർക്ക് ഒന്നും തോന്നാം. റിയനെ കുറിച്ചിട്ട് എന്താ അതിന് പറയാനല്ലേ? റിയനെ പറ്റി ഇപ്പൊ നല്ലൊരു സുന്ദരി പെൺകുട്ടിയാണെന്ന് പറയാം. ഈ അതെന്റെ കാഴ്ചപ്പാടിലുള്ള ലൈക് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ ലുക്കൊക്കെ ഉണ്ടോ? നോ നോ നോ. ഇല്ല. ആ കുട്ടി എങ്ങനെ ഇരിക്കും? റിയ സുന്ദരിയാണ്, നല്ല കുട്ടിയാണ്. അപ്പൊ അത് ഉപരിയാണെങ്കിൽ ആ കുട്ടീനെ കാണാൻ എങ്ങനെ വേണം? കാണാൻ നടി മീയെ പോലെ വേണം. മിയ ചേച്ചിയെ കണ്ടതായിരിക്കും അങ്ങനെ പറയുന്നത്. ശരിയാ. മീനെയാണോ ഇഷ്ടം? അത് ഓരോ ഇതിലല്ലേ. റോസായിരുന്നു പണ്ട്. ഇപ്പൊ ഇന്ന് മീനെ കണ്ടപ്പോൾ എനിക്ക് അറിയാത്തൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഈ ഓരോരുത്തരെ കാണുമ്പോ ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിക്കുന്നത്. സൗന്ദര്യം ഒരു ഘടകമാണ് നമുക്ക് നോക്കുമ്പോഴേ ഒരു വ്യത്യസ്തമായിട്ടുള്ള. ഇപ്പൊ മീനെ കണ്ടതിന് ശേഷം ഹണി റോസിനെ നോക്കുമ്പോ എന്താ സൗന്ദര്യം തോന്നുന്നില്ലേ? തോന്നുന്നില്ല. കാരണം മിയെ കുറച്ചുകൂടി ടാലന്ററാണ്. ഹണി റോസ് അല്ലെന്നാണ്. ഹണിറോസ് അല്ലെന്നല്ല, ബാഹ്യ സൗന്ദര്യത്തെ പറ്റിയാണ് ഹണിറോസ് കുറച്ച് അല്ല, മിയെ കുറച്ച് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നോക്കിയിട്ടാണ് ഒരു തമാശയാണ്. എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ പരിചയപ്പെട്ടപ്പോ തന്നെ എന്നെ കാണാൻ ശരിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ല? ഇഷ്ടമുള്ളതല്ല, ഞാൻ പറഞ്ഞ കല്യാണത്തിലേക്ക് കിടക്കുന്നില്ലല്ലോ. ഒരു ഷോർട്ട് ഫിലിം ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു മിയനെ പോലത്തേന്നല്ലേ പറഞ്ഞു. മിയ കല്യാണം കഴിച്ചപ്പോ കൊച്ചൊക്കെ കളറുള്ള. അപ്പൊ ബാഹ്യ സൗന്ദര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ മിയയാണോ ഹണി റോസ് ആണോ ശരീര സൗന്ദര്യത്തിൽ ബെറ്റർ? മിയാണ്. കഴിഞ്ഞ തവണ ഹണി റോസ് ആയിരുന്നു. നാളെ കൊണ്ട് വേറെ ആരും കാണിച്ചുള്ളായിരുന്നു കേട്ടോ. അപ്പൊ പക്ഷെ മോശമായി പോയി കേട്ടോ. അടുത്ത സ്വന്തം നായിക ഇരിക്കുമ്പോ വേറെ നായികമാര്. അതല്ല ഞാൻ പറഞ്ഞ, ഇത് നായിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്ലി ആണല്ലോ. അല്ലാണ്ട് നമ്മൾ നാളെ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ നമ്മൾ കല്യാണം കഴിക്കുന്നില്ലല്ലോ. അവർക്ക് വേറെ ലൈഫാണ്. ഇപ്പൊ എന്റെ കാഴ്ചപ്പാട് വേറെയാണ്. എനിക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കാർ കിട്ടിയാൽ മാത്രമേ കല്യാണം കഴിക്കൂ. ഏത് കാറാ വേണ്ടേ? സ്വിഫ്റ്റ് മതി. ആ കൊച്ചിന് തരുന്നതേ വലിയ കാര്യം. പലർക്കും കിട്ടുന്നുണ്ടല്ലോ, പലർക്കും മറ്റേ പഠിപ്പും സ്വന്തമായി അഡ്വാൻസ് വാങ്ങിക്കൂടെ? ഒരു ആഗ്രഹമല്ലേ, നടക്കില്ലെന്നല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. നല്ലൊരു ഗിഫ്റ്റ് തന്നാലേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുന്നതൊക്കെ എന്താ? അതൊക്കെ ഒരു നമുക്കൊരു ട്രിക്ക്. ഈ രാത്രി വിളിക്കുന്ന നായിക ഈ കൂട്ടുകാരികൾ അല്ലെങ്കിൽ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, ശല്യപ്പെടുത്താറുണ്ട്. ആരും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? പ്രപ്പോസ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പ്രപ്പോസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, കൂടെ ജീവിച്ചാൽ കൊള്ളാമെന്നാലും ഇല്ല. മറ്റേ ഒരു കൂട്ടുകാരനെ പോലെയും ഒരു ഫ്രണ്ടിനെ പോലെയും കാണാറുണ്ട്. അല്ല ഞാൻ പറഞ്ഞു മറ്റേ ഒരു ചുരുക്കം പറഞ്ഞ ആറെണ്ണനെ പോലെ ആ ഫോൺ കോണ്ടാക്റ്റിലൊന്നും വെക്ക് എന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഇപ്പൊ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് കുറെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലാവുന്ന കുറെ പെണ്ണുകൾ 10-25 പെണ്ണുകൾ ഡയറി വിളിക്കാറുണ്ട്. ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു. ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് പോകുന്ന ആരോടെങ്കിലും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നിന്നെ ഇഷ്ടമാണ്? പറഞ്ഞിട്ടുണ്ട്, പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പറഞ്ഞത്? പണ്ട് ചെറുതിൽ പഠിച്ചപ്പോൾ 4-5 മേഘയോടാ പറഞ്ഞു. മേഘയോട് എന്താ പറഞ്ഞേ? ഐ ലവ് യു. മേഘ എന്ത് പറഞ്ഞു? ഐ ഹേറ്റ് യു. തീരുമാനമായി. അപ്പോഴത്തോടെ ഞാൻ മറ്റേ തുറന്നു പറഞ്ഞത് നിർത്തി. പിന്നെ ഞാൻ വൈറലായ ശേഷം മനസ്സിൽ കൊണ്ടുനടക്കാൻ തുടങ്ങി. മനസ്സിൽ അങ്ങനെ ഈ റിയൽ ലൈഫിൽ സിനിമാക്കാരല്ലാതെ മനസ്സിൽ കൊണ്ടുനടക്കാൻ പെൺകൊച്ചുണ്ടോ? റിയൽ ലൈഫിൽ ആരും വന്നിട്ടില്ല. ഒരു പെൺകൊച്ചിനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ഇപ്പൊ റിയ ഒന്ന് പ്രപ്പോസ് ചെയ്യാം, അവരെയാണെന്ന് വിചാരിച്ചാൽ അഭിനയിക്കാം. Will you marry me? Yes or no? No. Why? എന്താണ്? നീ ഒരുപാട് വർഷമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാ, മനസ്സിലായോ? അപ്പൊ നീ ആ മനസ്സിലിരിക്കുന്ന കാര്യങ്ങള് അവളോട് ഇന്ന് പറയണം. ഇന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ്. ഞാനൊരു ഡയലോഗ് പറഞ്ഞു തരട്ടെ? അന്ന് പറഞ്ഞ പോലെ ചെറിയ ഡയലോഗ് പറഞ്ഞു തരട്ടെ? മാലതി, ഇത് ഞാൻ ചൊല്ലിത്താകണം, നീ അവളോ അഴക്. I am in love with you. മാലതി അറിയാന്ന് വിളിച്ചാൽ മതി. ഇത് ഞാൻ ചൊല്ലിത്താകണം, നീ അവളോ ചൊല്ലിത്താകണം, നീ അവളോ അഴക്. മാലതി, ഇത് ഞാൻ ചൊല്ലിത്ത അഴക്, അവളോ അഴക് നിനക്ക്.
വിട്ടേക്ക്. അതെന്നെ ഇഷ്ടമുള്ള പോലെ അരിവിറക്കല്ല അതായിരിക്കും നല്ലത്. അല്ല അല്ലാണല്ലോ ഈ കഥയൊക്കെ എഴുതുന്നത്. Like just I love உங்களை பார்த்தாலே தெரியும் ரொம்ப அழகா இருக்கு. തമിഴധികം പറയില്ല. എനിക്ക് ഉങ്ങളെ പിടിക്ക് உங்களுக்கு എങ്ങനെ പിടിക്കാമാണ് കല്യാണം പറ്റുമ്പോ അണ്ണാ മലയാളം മതി അണ്ണാ. സത്യത്തില് തമിഴ് പടത്തിന്റെ റിവ്യൂ പറയാറില്ലാന്നോ? ഇതായിട്ട് തമിഴ് സിനിമ കണ്ടിട്ടുണ്ട്. തമിഴ് സിനിമയിൽ നിൽക്കട്ടെ. തമിഴ് സിനിമയിൽ ഞാൻ കുറച്ചാലും ഡൽഹിയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് തമിഴ് നന്നായിട്ട് അറിയാന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇത് പറ, മലയാളത്തിലൊരു ഡയലോഗ് പറഞ്ഞു. കാര്യമുണ്ട്, റിയ ഒന്ന് ആ മൂഡ് വിട്ടിട്ട് ഒന്ന് പ്രണയാതുരമായി വന്നു. പറയടാ ഐ ലവ് യു എന്ന് പറ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എന്തുകൊണ്ട് തിരിച്ചൊന്നും തോന്നിയിട്ടില്ല. എന്തുകൊണ്ട് എന്നിൽ കാണുന്ന കുറവ് എന്താണ്? കുറവൊന്നും ഉണ്ടായിട്ടല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. താങ്കൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, എന്തെത്തി? അതൊക്കെ ഒരു സ്വകാര്യ വിഷയമല്ലേ. അഭിനയം താടിയിലാണ്. ചില ചില്ലന്മാരൊക്കെ ഇങ്ങനെ ചിന്തിക്കും. പുള്ളിയെ പിന്നെ നീളമില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടർ താടി വന്ന് പിടിച്ച് ഇവൻ പറഞ്ഞതേ താടി മൊത്തം കളയാനാ പറയുന്നത്. ഇവൻ എന്നെ വൈറലാക്കാൻ നോക്കിയതാ, ഞാൻ പിടി കൊടുക്കത്തില്ല. എന്നോട് പറഞ്ഞു ചേട്ടന്റെ ഒരു കറുത്ത ഷർട്ടും കറുത്ത കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞു. ഏതാ ബോഡി ഗാർഡാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്തിനാ നിനക്ക് കിട്ടേണ്ടി, ഞാൻ കൊള്ളാത്ത. അല്ല ഇത് നമുക്കിനി തിരിച്ച് സീരിയസ് സംസാരത്തിലേക്ക് ഡയറക്ടർ പരിചയപ്പെടുത്തി തുടങ്ങിയാൽ മതി. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനം? കഥ അലിൻ ജോസ് പെരേരയുടെ ആണോ? സ്റ്റോറി ഐഡിയ കഥ ഇവൻ ഒരു ജസ്റ്റ് ഒരു കുറച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഒരു ഐഡിയയിൽ ഇവന് പറഞ്ഞു കൊടുത്തു. അപ്പം പുള്ളിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ വഴക്കുണ്ടാക്കും, ഞാൻ ഫോണ് കട്ട് ചെയ്തു. നീ എന്തെങ്കിലും പുതുമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ആശാൻ പിന്നെ കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിച്ച് നീ പറഞ്ഞ പോലെ ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കഥാപാത്രങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഇങ്ങനെ സീനെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അന്നത്തെ പോലെ ഇന്റിമേറ്റ് സീനൊന്നും ഉണ്ടാവത്തില്ല. അത് തന്നെ ചെറിയ കോമഡി കാണും. പിന്നെ ഈ പുള്ളി സിനിമയുടെ സിനിമയ്ക്കകത്ത് നടക്കുന്ന സിനിമ പോലെ തന്നെ ആയിരിക്കും കഥ. കുറച്ച് കോപ്പടി ഉണ്ടാവും സിനിമയിലെ. കോപ്പടി അടിച്ചിട്ടുണ്ട്. അല്ല സിനിമ പറയുന്ന കോപ്പടി ഒന്നും കാണത്തില്ല. ഞാൻ മാക്സിമം അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഷോർട്ട് ഫിലിം 2 പാർട്ട് കാണും ചിലപ്പോ. ഈ നമ്മുടെ വില്ലനായിട്ട് അഭിനയിക്കുന്ന ആളെ ഇദ്ദേഹത്തെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. പാട്ട് പാടുന്ന വീഡിയോയും പിന്നെ ഈ കോമഡി ഉത്സവത്തിലാണ് കോമഡി ഉത്സവത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിലേക്ക് ഒരു വില്ലൻ വേഷം കൊണ്ടുവന്ന് ചെയ്യുമ്പോ നായകനൊപ്പം ഇടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു അറിയപ്പെടുന്ന ഒരാളെ? നായകനൊപ്പം സീൻ ഉണ്ടാകത്തില്ല. ഇല്ല ഇല്ല, വില്ലനില്ലേ? വില്ലൻ തന്നെ സ്റ്റണ്ടില്ല പടത്തില്. സ്റ്റണ്ട് ഒന്നും ഇല്ല. നായികയായിട്ടാണ് സ്റ്റണ്ട്. ഈ വില്ലൻ എന്ന് പറയുമ്പോ വേറെ രീതിയിൽ നമുക്ക് അവതരിപ്പിച്ചെടുക്കാം. എടുത്തടിച്ച പോലെ ഒരു സീനൊക്കെ ആയിട്ട് വരുമായിരിക്കും. ഈ വില്ലൻ ആവാൻ വേണ്ടി ഈ ഒരു ലുക്ക് ഇങ്ങനെ ഈ വില്ലൻ ലുക്കിൽ വെച്ചിട്ടൊരു മിമിക്രി കോമഡി ചെയ്താലോ നമുക്ക്? വില്ലൻ ലുക്കിന് പലരും പറയാറുണ്ട് ഈ ഫേസ് മിമിക്രി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഇപ്പൊ നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ സൗണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഈ മാനാർമത്തായി സ്പീക്കിങ്ങിന് അദ്ദേഹത്തിന്റെ വോയിസ് ചെയ്യുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഫിഗർ ചെയ്യുമ്പോഴാണ് കുറച്ച് കൈയടി. പക്ഷെ എന്റെ ഈ ലുക്കില് ഞാൻ ആ ചേട്ടനെ അവതരിപ്പിക്കാം. അതൊന്ന് കേൾക്കാം. മാനാർമത്തായി സ്പീക്കിങ്ങില് ഒരേക്കാം. ഇനി ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പൊ പൊന്നപ്പനല്ല തങ്കപ്പൻ, തനി തങ്കമല്ലേ? സന്ധ്യാവേ ആരാ വന്നിരിക്കണ്ടോ? പൊന്നപ്പൻ അല്ല തങ്കപ്പൻ. കേട്ടോ, അതിലെ പ്രധാനപ്പെട്ട നടിയല്ലേ പേര് ശകുന്തള. അടിച്ചൊളിക്കണ അവരുടെ കാരെ. അയ്യോ എന്റെ കാരല്ല അവരുടെ കാരെ. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കുറെ സിനിമയിലൊക്കെ ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? ഒരു 15 സിനിമ. അലിൻ ജോസ് എത്ര പടത്തിൽ പോകാൻ കാണിച്ചു? 36 പടത്തിൽ ചെയ്തു. 5 സിനിമയിലോട്ട് കാണിച്ചിട്ടുണ്ട്. എത്ര പടത്തിൽ വെച്ചു? 36. ഓരോ ദിവസവും ഈ ആവശ്യമില്ല റേറ്റ് കയറ്റിക്കൊണ്ട് പോലെ. കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോ 15 ആയിരുന്നു. എന്നെ കിട്ടിയത് 36. അപ്പൊ 36 പടത്തിൽ മുഖം കാണിച്ച 36 പടത്തിൽ മുഖം കാണിക്കുന്നുണ്ട്. പോയിട്ടുണ്ട്. 5 കാണിച്ചു. 5 കാണിച്ചു. എല്ലായിടത്തിലും കാണിക്കണമെന്നില്ല. ഡയറക്ടർ കട്ട് ചെയ്യുമ്പോ പോകുമല്ലോ. 36 പടത്തിൽ അഭിനയിക്കാൻ പോയി. കുറെ കട്ട് ചെയ്ത് പോയി. അപ്പൊ ഇത്രയും പടത്തിലൊക്കെ പോയി അഭിനയിച്ച വൈറലായ നായകൻ ഇതുപോലെ ഒരു 15 സിനിമയോളം മുഖം കാണിച്ച വില്ലൻ. ഇതൊരു വലിയ എത്ര രൂപയുടെ പ്രൊജക്റ്റാ? ഇത് തീരെ ലോ ബഡ്ജറ്റ് ആയിരിക്കും. പ്രൊഡ്യൂസറോ? അപ്പൊ നിങ്ങൾ പ്രൊഡ്യൂസറെ കൊണ്ടുവരാതെ പ്രൊഡ്യൂസർ തിരക്ക് വേറെ ഇന്റർവ്യൂ ഉണ്ട്.
ഇന്ന് പറഞ്ഞില്ല, പെട്ടെന്ന് വിളിച്ച് നിങ്ങള് അതല്ല, വേറെ ഇതിന്റെ ആവശ്യത്തില്ല. ഷോർട്ട് ഫിലിമിന്റെ തിരക്കിലാണ്. നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന് തോന്നുന്നു. സന്തോഷ് വർക്കി ആറാട്ടണ്ണനാണ് ഈ പ്രൊഡ്യൂസർ. ഇവൻ പറയുന്ന ചെയ്യുന്ന ക്യാമറ നമ്മള് ചെറിയ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് പുള്ളി ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞായിരുന്നു ചെറുതായിട്ടുള്ള ബഡ്ജറ്റ് ഫുഡിന്റെ അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഫ്രീ ആണ്. പിന്നെ ലൊക്കേഷനൊക്കെ നമുക്ക് പോയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഷൂട്ട് ചെയ്യണം, അല്ലാണ്ട് പെർമിഷൻ മേടിച്ചിട്ടല്ലോ. ആർട്ടിസ്റ്റുകൾക്കൊക്കെ പൈസ കൊടുക്കണ്ടേ? ഫ്രീ ആണ്, എല്ലാവരും ഫ്രീ. അഡ്ജസ്റ്റ്മെന്റ് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കോമഡി ഓർമ്മ വരും. ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ചാളമേരി ചേച്ചിയില്ലേ, അല്ലല്ല ചേച്ചി, ഞങ്ങളുടെ കോളനി മൂവിയില്. അപ്പൊ ഷാനിബ എന്ന് ഒരു ആർട്ടിസ്റ്റ് ഞങ്ങളുടെ മൂവിയിൽ അഭിനയിക്കുന്നത്, ടിക്ടോക്ക് ചെയ്ത് വൈറലായ ഒരു കുട്ടി. അപ്പൊ റൂമില് ചാളമേരി ചേച്ചി കിടക്കുവാണ്. അപ്പൊ ഇവള് ചെന്നിട്ട് പൊട്ടത്തരം കൊടുത്തു. അപ്പൊ വേറെ പെങ്കൊച്ച് ചാളമേരി ചേച്ചിയുടെ കൂടെ നിന്ന് കിടക്കണം. അതായത് ആ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ചേച്ചിയുടെ കൂടെ നിന്ന് കിടക്കണം. അപ്പൊ ഇവിടെ നിന്ന് നേരെ വെച്ചു, ചേച്ചി ഒരാളും കൂടെ ചേച്ചിയുടെ കൂടെ കിടക്കും, ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ചേച്ചി ഇറങ്ങി പോട്ടി എന്ന് പറഞ്ഞ ഊടുപാട് ബഹളം. അത് കഴിഞ്ഞ് അവിടെ ബഹളം കേട്ടോണ്ട് സംവിധായകൻ എന്താ ചേച്ചി പ്രശ്നം, ഇവള് പറയാം ഒരാളെ വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ഈ പ്രായത്തിൽ ഞാൻ ചെയ്യുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഇവള് ഞെട്ടി, അയ്യോ ചേച്ചി അതല്ല പറയാം, ചേച്ചിയുടെ കൂടെ ഒരു ലേഡിയും കൂടെ കിടക്കണ്ട, അപ്പൊ ഒന്ന് സ്ഥലം ഒന്ന് കൊടുക്കാൻ പാടില്ല അതാ ചോദിച്ചു. ഏറ്റവും അവസാനം മനസ്സിലാവണം, അത് ഈ പെരേര പറഞ്ഞപ്പോ ഇവിടെ നിന്ന് ചേച്ചി സ്പോട്ടില് കോമഡിയും പറയും, എന്നാലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഞങ്ങളുടെ ആ മൂവിയിലൂടെ. കാരണം പെട്ടെന്ന് പുള്ളിക്കാരി ഇതിലേക്ക് പോയായിരുന്നു. ഫെയിമാണ് ആവശ്യം എല്ലാവർക്കും, കൂടെ എല്ലാവർക്കും. എനിക്ക് ഫെയിം ഓൾറെഡി കിട്ടിയിട്ടുള്ള അറിയാവുന്ന പുള്ളിയൊരു കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം, RDS മൂവിനെ കുറിച്ച് പുള്ളി പറഞ്ഞു, നഗാസിന്റെ മൂവിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് അത്യാവശ്യം നല്ലൊരു വേഷം ചെയ്ത ഒരാളാണ് ഞാൻ. ശരി, അത് ചേട്ടാ ഫിലിം കണ്ടാണോ? കണ്ടു. പിന്നെ അതില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിൽ വെച്ച് കത്തി താഴേക്ക് ചേർന്നൊരു സീൻ, ലാൽ സാറും ഷൈനൊക്കെ ഇരിക്കുമ്പോ ആ കത്തി എടുത്ത് വരുന്നൊരു സീൻ ഞാനാണ് ചെയ്തത്. പക്ഷെ വില്ലനായിട്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഓടിയൊരു മൂവിയാണ്, പക്ഷെ ഇവിടം വരെ കാണിച്ചു, ബാക്കിയില്ല. അപ്പൊ എനിക്കതൊരു ഭയങ്കര വിഷമമായി. ഞാൻ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ അടുത്ത മൂവി ചെയ്യിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, വേറെ ഒന്നും അവരോട് പരാതിയായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേൾക്കുമ്പോഴേ ഞാൻ ബിജുകുട്ടൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ബിജുകുട്ടൻ ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ എനിക്ക് റോക്ക് ആൻഡ് റോൾ. റോക്ക് ആൻഡ് റോളിൽ ബിജുകുട്ടൻ ചേട്ടൻ അഭിനയിച്ചു. ബിജുകുട്ടൻ ചേട്ടൻ മുഖമില്ല, നമ്മൾ കണ്ടില്ല, ഇല്ല മുഖമില്ല. പുള്ളിയാണ് ഏതോ ഒരു പാട്ടിനകത്ത് ജാസിൽ കൊട്ടത കൈ പുള്ളിയുടെ. ശരി. പിന്നീട് ബിജുകുട്ടൻ ചേട്ടൻ നമ്മളൊക്കെ അറിയപ്പെടുന്ന അഭിനേതാവായി മാറി. പക്ഷെ വേറെ കേസുണ്ട്, ചില വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകും. നമ്മുടെ പപ്പു സാറല്ലേ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ പേരിലാണ് പപ്പു എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. പക്ഷെ പ്രതാപ് സാറിനെ വെച്ചിട്ട് പിന്നീട് അവർ ഷൂട്ട് ചെയ്തു. പക്ഷെ മരിക്കണവരെ ആ സിനിമയിൽ അഭിനയിച്ചില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. വൈഫ് ഒരു ഇന്റർവ്യൂ പറഞ്ഞു. സിനിമ ഇഷ്ടം പോലെ കിട്ടി, പക്ഷെ ചില വിഷമങ്ങൾ ഹിറ്റായ പടത്തിൽ മുഖം കാണിക്കാൻ പറ്റി. അത് ശരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എന്റെ കൂടെ മിമിക്രി കളിക്കുന്ന ആദർശാണ് പടത്തിന്റെ തിരക്കഥ. ആദർശ് സുകുമാരൻ കാതല് ഞാൻ പടം ചെയ്തില്ലേ, ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നതാണ്. എന്റെ നാട്ടുകാരനാണ്. പക്ഷെ അതൊന്നും നമ്മൾ മുതലെടുത്ത് ചോദിക്കുകയോ ചാൻസ് ചോദിക്കുകയോ ചെയ്തില്ല. ഇതൊരു നിമിത്തം മൂലം വന്നതാണ്. പക്ഷെ ആ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷ കാണാൻ വേണ്ടി തിയേറ്ററിൽ ചെന്നിരുന്നപ്പോഴാണോ ഇല്ലാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഫ്രണ്ടിനോട് വിളിച്ചു ചോദിച്ചോളാം, ഇങ്ങനെ സീൻ ഉണ്ടെന്ന് നോക്കിയാലെന്ന്. പുള്ളി പറഞ്ഞു, വലിയ നിന്നെ കാണിക്കുന്നുണ്ട്, ജീൻസും ഷർട്ടും മാത്രമുണ്ട്, കയ്യില് ഇടിവള വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഷോ കാണാൻ പോയില്ല. ഇല്ല, അത് കഴിഞ്ഞപ്പോ നമ്മുടെ ഇത് മൈൻഡ് മൊത്തം പോയി, സങ്കടം വന്നു. കാരണം എന്ന് വെച്ചാൽ അത് കണ്ടായിരുന്നെങ്കിൽ എന്നെ നല്ലൊരു ഇതായിരുന്നു. കാരണം ഞാൻ ആ ഷൂട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ക്യാമറയിൽ ആ പയ്യനോട് ചോദിച്ചപ്പോൾ ക്യാമറ പയ്യനൊന്ന് കാണിച്ചു തന്നായിരുന്നു. ആ നോട്ടും ലുക്കും കത്തിങ്ങനെ ഏറ്റി വെച്ച് നടന്നു പോണ സീനുണ്ട്. ഒറ്റ സീൻ മതിയായിരുന്നു. പക്ഷെ ഇതുപോലെ ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞു സീനിലൊക്കെ മുഖം കാണിച്ചിട്ട് വരാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടത്തിൽ നടക്കുന്നു. തീർച്ചയായിട്ടും ഒട്ടനവധി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊത്ത സിനിമയില് അതിനകത്ത് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു മിന്നായം പോലെ പോവുകയാണ്. ഒരു മൂവി തുടങ്ങി വരുമ്പോൾ ആ വാനിന്റെ ഫ്രണ്ടിൽ ഒരു 5-6 പേര് ഒരാൾ വെട്ടുന്ന സീനുണ്ടല്ലോ, പടം കണ്ടില്ലേ, ദുൽഖറിന്റെ പടം. അതിനകത്ത് ആ വെട്ടുന്ന സംഭവം നമ്മളാണ് ചെയ്തത്. അത് പിന്നെ ഉണ്ട്, അതിലുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് രജിസ്റ്റർ ആവുന്നില്ല സംഭവം. അപ്പൊ അലിൽ അഭിനയിച്ചതിൽ പറഞ്ഞോട്ടുള്ള നമ്മള് തല്ലുമാല പടത്തിൽ അഭിനയിച്ചത്. അപ്പൊ അതില് 2 സീക്വൻസ് ചെയ്തായിരുന്നു. അതില് ടൊവിനോട് തല്ലാൻ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് കാണിച്ചു കറക്റ്റായിട്ട്. പിന്നെ ഒരു കല്യാണ സീക്വൻസിൽ കുറെ പേര് നിൽക്കുന്നുണ്ട്, അതിൽ ഇത്രയും പേരേ ഉള്ളൂ. മനസ്സിലായി. ഒരു സീക്വൻസ് കാണിച്ചു. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴാണ് ഇതിന്റെ ഒരു വലിയ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. ഒരുപാട് ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് വന്ന ഒരാളാണ്. അതായത് ഫുഡ് കൊടുക്കുക, അങ്ങനെ സംഭവമല്ലേ, ഈ പാത്രം ക്ലീൻ ചെയ്യുക, അങ്ങനെ പ്രൊഡക്ഷൻ ബോയ് ആണ് സിനിമയില്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കാർഡൊന്നും വേണ്ടായിരുന്നു. ഇപ്പൊ സിനിമയിൽ അതിൽ ചെയ്യണമെങ്കിൽ കാർഡ് വേണം അവർക്ക്.
അപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോയില്ലേ, ഫുഡ് സെറ്റിൽ നിൽക്കുക. അങ്ങനെ ആ സമയത്ത് വന്നപ്പോ എനിക്ക് കുറെ സിനിമകളുടെ ഭാഗം പറ്റി. ചെങ്ങാതിപ്പൂച്ച എന്ന് പറഞ്ഞ ജയസൂര്യയുടെ, അപ്പൊ അതിനകത്ത് ഭാഗമായി. പിന്നെ അതുപോലെ തന്നെ കാശില്ലാതെ ജീവിക്കാം, രസികൻ, അങ്ങനെ കുറെ സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. അഭിനയിക്കാനും പറ്റി, പ്രൊഡക്ഷൻ ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടും. പക്ഷേ ഈ RDXല് പടം കാണാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സീൻ കഴിയുമ്പോൾ കരച്ചിൽ വരുമായിരുന്നു. അയ്യോ ശരിക്കും സങ്കടം വരുമായിരുന്നു, ഫീൽ ചെയ്യാറുണ്ട് നമുക്ക്. കാരണം വെച്ചാൽ നമ്മൾ പ്രതീക്ഷ ചെയ്യണതേ. നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അവസരം. പിന്നെ ഇതില്ലേ നമ്മുടെ വെടിക്കെട്ടെന്ന് പറഞ്ഞ മൂവി, അതിലൊരു നല്ല സീൻ ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ കുട്ടിയെ പേടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഞങ്ങൾ ബൈക്കിൽ ചെന്നിട്ട് നിന്റെ ആങ്ങളെ ഓർഡർ ചെയ്യുന്നൊക്കെ ചോദിച്ച് പേടിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ട്. അതും ഇതുപോലെ തന്നെ അത്രയും ഭാഗം എന്ന് വെച്ചാൽ ഒരു സീനിൽ മൊത്തമായിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് പോയി. അതിലെൻ്റെ കൂടെ അഭിനയിച്ച ചേച്ചി ഡബ്ബിങ് വരെ പോയി ചെയ്തതാണ്. ആ ചേച്ചിയുടെ ഞാനപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു, ചേച്ചി പടം കണ്ടില്ലെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഒന്നും മിണ്ടല്ല, ഇല്ല അഭിലാഷം എന്ന് പറയാം. എന്നെ പറ്റിയെന്ന് വെച്ചു. 2 ദിവസം മുമ്പ് വിഷ്ണു വിളിച്ചു പറഞ്ഞ ആ സീനില്ല, കട്ടാക്കി കളഞ്ഞു. യൂട്യൂബിൽ വരെ ആയിരിക്കുന്നു. കുഴപ്പമില്ല, കലാവാണി ചേട്ടൻ ആദ്യം അഭിനയിച്ച സിനിമയിൽ ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ അവസ്ഥ.